ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ കടച്ചക്ക, ശീമച്ചക്ക എന്നൊക്കെ പറയുന്നൊരു ചക്കയാണ് കേട്ടോ. ഇത് നല്ല ഗുണമുള്ളൊരു സാധനമാണ്. നമ്മുടെ ഡയബറ്റിക് ഉള്ളവർക്കും പിന്നെ ഹാർട്ടിന് നല്ലതാണ്, പ്രോട്ടീൻ റിച്ച് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലൊരു സെറ്റാണ് ഈ കടച്ചക്ക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ ശീമച്ചക്ക എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിന്ന് ഇത് വെച്ചിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. വൈകുന്നേരം ചായയ്ക്കും നൈറ്റൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി കടച്ചക്ക ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അരിഞ്ഞെടുത്ത് വാഷ് ചെയ്ത് ആദ്യം വേവിക്കാൻ വെക്കണം. ഞാൻ ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാവേ. ഇപ്പോൾ നമ്മൾ ശീമച്ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഈ വലുപ്പത്തിനായിട്ടോ അരിഞ്ഞെടുത്തേക്കണം. നടുക്ക് പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുറത്തെ മുള്ളിൻ്റെ പോർഷനും കട്ട് ചെയ്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് അല്പം വെള്ളം ഉപ്പ് ഒഴിച്ച് വേവിക്കാൻ വെക്കണം. ആദ്യം വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ചിലർ ഇതിനകത്ത് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് വേവിക്കും. നമ്മുടെ കയ്യിലപ്പം ഫ്ലാറ്റിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തേങ്ങയൊക്കെ കുറവല്ലേ ഉണ്ടാവുള്ളൂ. തേങ്ങ കുറവുള്ളവരായത് കണ്ട് കാരണം തേങ്ങാപ്പാലൊന്നും ഞാനിതിനകത്ത് ആദ്യമേ പിഴിഞ്ഞ് ഒഴിച്ച് വേവിക്കുന്നില്ല. ഇത് വെന്ത് ഇതിൻ്റെ വെള്ളം വറ്റാറാകുന്ന സമയത്ത് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ തേങ്ങ വെന്ത് അതിനകത്തുനിന്ന് പാലിറങ്ങുകയും ചെയ്യും. നമുക്ക് തേങ്ങയും അതിനകത്ത് കിടക്കും. അല്ലേ പിന്നെ തേങ്ങ വേസ്റ്റായി പോകത്തില്ല പാലെടുത്തിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് എന്തായാലും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തേങ്ങ വേണം. അപ്പോൾ ഇതിനുള്ളിൽ ലാസ്റ്റ് വെള്ളം വറ്റാറാകുന്ന സമയത്ത് തേങ്ങ ഇട്ട് കൊടുക്കും. അപ്പോൾ കറക്റ്റായിട്ടിരിക്കും കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കിട്ടും, തേങ്ങ ഇട്ടതും ആകും. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പിടാൻ പോകണം. കുറച്ച് ഉപ്പ്, ഇത് വേകാൻ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാൻ പോകുക കേട്ടോ. ഇത് വേഗം വെന്ത് കിട്ടും. അത് കാരണം ഒത്തിരി വെള്ളം ചേർക്കരുത്, കുഴഞ്ഞു പോകും. കുറച്ച് വെള്ളം വെച്ച് വേവിച്ചാൽ മതി. ഇപ്പം ഞാൻ ശീമച്ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവിൻ്റെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ശീമച്ചക്കയുടെ ലാസ്റ്റ് ഞാൻ തേങ്ങ ചേർക്കുന്ന കാര്യം പറഞ്ഞില്ല, അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ ഇതുണ്ട്. പിന്നെ അതുപോലെ ഉപ്പുമാവ് കടുക് വറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് ആവശ്യം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കാൻ കേട്ടോ. ഞാനിവിടെ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 2 താൾ കറിവേപ്പില, അതും കടുക് വറുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ബാക്കി ഉപ്പുമാവിന് വേണ്ടി കടുക് വറുക്കുന്ന പ്രൊസീജിയറിലോട്ട് പോകാം കേട്ടോ. ആ സമയത്ത് ആകുമ്പോഴത്തേക്കും അതവിടെ ഇരുന്ന് ശീമച്ചക്ക വെന്ത് കഴിയും. അപ്പോൾ ഇനി നമുക്കത് നോക്കാം കേട്ടോ. ഇനി എടുത്ത് ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കടുക് വറുക്കണ്ടേ കടുക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പിടുന്നുണ്ട്. അത് അവസാനം കഴിക്കാൻ നേരത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഉഴുന്ന് പരിപ്പൊക്കെ ഇടുമ്പോഴത്തേക്കും. പിന്നെ വറ്റൽമുളക് 2 വറ്റൽമുളക് ഇടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കറിവേപ്പില, അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളി ഇടുന്നുണ്ട്. നമ്മൾ ഉപ്പുമാവിന് അരിഞ്ഞ് വെച്ചില്ലേ, ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ടേക്കാം. ഒരു ചക്ക ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. അതാ ഉള്ളിയൊക്കെ നല്ലോണം എടുത്തിട്ടുണ്ട്. ഈ ഉള്ളിയും ഒക്കെ ഇരുന്ന് വാടുന്ന സമയം കൊണ്ട് നമ്മുടെ ശീമച്ചക്ക അപ്പുറത്തെ സ്റ്റൗവിൽ റെഡിയാവും. വൈകുന്നേരം ചായയ്ക്കും നൈറ്റ് നമുക്ക് ഫുഡായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് കേട്ടോ. ഇപ്പോൾ ശീമച്ചക്കയുടെ സീസണാണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ എല്ലാ ഷോപ്പിലും ശീമച്ചക്ക കാണുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ശീമച്ചക്കയുടെ സീസൺ വരുമ്പോൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഉപ്പുമാവ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ശീമച്ചക്ക. അപ്പോൾ ഇവിടെ കണ്ടാലും ആൾ മേടിച്ചുകൊണ്ടെങ്കിൽ പോകുന്നുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ഇടാം. ശീമച്ചക്ക വേവിക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടു. അത് കാരണം ഉള്ളി വേകാൻ വേണ്ടിയിട്ടുള്ള 1 നുള്ളി ഉപ്പ് മാത്രം ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർക്കാം. ചക്ക വെന്ത് കഴിയുമ്പോൾ അറിയാമല്ലോ ചക്കയ്ക്ക് ഉപ്പുണ്ടോ ഇല്ലയോ.
ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചക്ക റെഡിയാവും. പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കഴിയും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ഇപ്പോൾ ഇതേ നമ്മുടെ ശീമച്ചക്കയുടെ വെള്ളമൊക്കെ വറ്റാറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇങ്ങനെ മേളിലിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ വെന്ത് തേങ്ങാപ്പാൽ ഇറങ്ങിക്കോളും. ആ സമയത്ത് നമ്മുടെ കടുകോറയൊക്കെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഉള്ളിയും പച്ചമുളകൊക്കെ മൂപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി മിക്സിങ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഇതാ നമ്മുടെ ശീമച്ചക്കത എല്ലാം വറ്റി തേങ്ങയ്ക്കകത്തിരുന്നത് റെഡിയായിട്ടുണ്ട്. കണ്ടോ, വെന്തിട്ടുണ്ട് നല്ലോണം. എടുക്കാൻ പറ്റുന്നില്ല. വെന്ത് റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉപ്പുമാവിൻ്റെ അരപ്പല്ല, ഉപ്പുമാവ് കടുക് വറുത്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് ചക്ക ഈ പാകത്തിന് വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, അധികം വെന്തിട്ടുമില്ല, എന്നാൽ ഉടയുന്നുണ്ട്. ഇതാ ഉണ്ടല്ലേ. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ഒക്കെ കൂടി മൂപ്പിച്ചെടുത്തത് അതിലേക്ക് നമ്മുടെ ഈ വേവിച്ച് വെച്ചേക്കണ ശീമച്ചക്കയും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാനിതാ ചേർക്കാൻ പോവാണേ. ഉണ്ടല്ലോ, നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചേക്കാം. ഇതൊക്കെ ഒന്ന് മിക്സാക്കി തരാം. എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ഉള്ളിയും പച്ചമുളകൊക്കെ കടുക് വറുത്തതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇത് ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചാൽ മാത്രം മതി. ഇതാ വെള്ളമൊന്നുമില്ല, കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ഉപ്പുമാവ്. കണ്ടോ, ഒത്തിരി കുത്തി ഇളക്കാൻ നിൽക്കണ്ട. കുത്തി ഇളക്കുമ്പോൾ ചിലപ്പോൾ നല്ലോണം കൊഴിഞ്ഞു. ഇതാ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോയി കഴിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.